7 ഡേയ്സ് നമ്മുടെ പോസ്റ്റ് ഡെലിവറി കെയർ കഴിഞ്ഞിട്ടുള്ള ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പുള്ളിക്കാരി വെറ്റിനറി ഡോക്ടറാണ്, ഡോക്ടർ അലക. ആൾ വന്ന സമയത്ത് ഒരുപാട് ആൻസൈറ്റീസും ഒരു പുതിയ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ലാക്ടേഷൻ ഇഷ്യൂസും അതിനെക്കുറിച്ചുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു വന്ന സമയത്ത് നിന്നിപ്പോൾ? വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഐ വാസ് മെൻ്റലി വീക്ക്. ലൈക്ക് എനിക്ക് ആരുടെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. കുറച്ചും കൂടി ഡിസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. ബിക്കോസ് എനിക്ക് ഉറക്കമില്ലായിരുന്നു, ബോഡി ഭയങ്കര വീക്കായിരുന്നു. ലൈക്ക് എനിക്ക് എന്നിലുള്ള ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞൊരു സമയമാണ് ഈ പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്മോർട്ടം. ഈവൻ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ പോലും ഐ വാസ് നോട്ട് സഫിഷ്യൻറ്റ് ഫോർ ഹിം. അവന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ വരെ എനിക്കുണ്ടായിരുന്നു. ഭയങ്കര വീക്കെന്ന് പറഞ്ഞാൽ മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ഡോക്ടർ ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു. ഡോക്ടറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഡോക്ടറിനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരിലുള്ളൊരു വിശ്വാസം കൂടിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ ബി ഹീൽഡ്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഹീലിംഗ് ഉണ്ടായി, മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും. ഞാൻ പറഞ്ഞില്ല, ഇൻ ബിറ്റ്വീൻ എനിക്കൊരു പനി വന്ന സമയത്ത് ഞാൻ ഒരു 3 ഡേയ്സിൽ ഒന്ന് കട്ട് ചെയ്തു, എന്നിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ആ ഒരു ടൈമിൽ, ആ 3rd ഡേയിൽ എനിക്കുണ്ടായ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കലി എനിക്ക് കുറച്ചൊരു സ്ട്രെങ്ത് വന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 7 ഡേയ്സിൽ എന്തായാലും കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ ഒരു സഡൻ റിക്കവറി ഒന്നും വന്നില്ലെങ്കിലും ഓൺ ദി കോൺസിക്വൻറ്റ് ഡേയ്സ് എനിക്ക് എന്തായാലും ചേഞ്ച് വരും. കാരണം അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ഓൾറെഡി. അത് കാരണം വളരെ പിന്നെ എൻ്റെ കുട്ടിയുടെ ലാച്ചിങ് ഇഷ്യൂ ഡോക്ടറാണ് ക്ലിയർ ചെയ്ത് തന്നത്. ഈവൻ എൻ്റെ ഹോസ്പിറ്റലിൽ, ഡെലിവറിയിലെ ഹോസ്പിറ്റലിൽ പോലും അവിടെ ലാക്ടേഷൻ കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നു, അവിടെ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ ഈവൻ മറ്റേ പീഡിയാട്രീഷ്യൻ ഉണ്ടായിരുന്നു. ഇവരൊന്നും എനിക്ക് സോൾവ് ചെയ്ത് തരാത്ത കുറേ ഇഷ്യൂസ് ഡോക്ടർ സോൾവ് ചെയ്ത് തന്നു. പിന്നീട് എനിക്ക് ടോട്ടലി ഒരു റീജുവനേഷൻ പോലെയാണ് ഇവിടെ തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. വളരെ ഹാപ്പിയാണ് ഇത്രയും ഇഷ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയതിലും. ഓക്കെ, പിന്നെ എൻ്റെ കുട്ടി ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാര്യം ആ ഒരു മെൻ്റൽ സ്റ്റേജിൽ നിന്ന് ഒരു സഡൻ റിക്കവറിയാണ് എനിക്ക് വന്നത്. അത് കാരണം എനിക്ക് ഉറക്കം ശരിയാവുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്ന പോലെ ഉണ്ട്. അതായിരുന്നു എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടത്. ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് അതെല്ലാം ലൂസായി ഞാനല്ലാതാവുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമായിരുന്നു. അന്ന് കാണുന്നതിന് ഒരുപാട് പ്ലസൻ്റ് ആണ്. ഞാൻ ഇന്ന് പറയുകയും ചെയ്തു, അന്ന് ഫസ്റ്റ് ഡേ കണ്ടതിൽ നിന്നും അന്ന് ചിരിക്കുകയൊന്നുമില്ല, ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ളൊരു ഫേസ് ഒക്കെ ആയിരുന്നു. അപ്പം ഇന്ന് ഒരുപാട് ഫ്രീ ആയി. ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞു, നല്ല ഫ്രീ